Salt and pepper. Bum 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 bum. നല്ല പാട്ടും നല്ല യാത്രയും. ഇതിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര കൊല്ലം ദേശീയപാതയാണ്. ഇത് ഈ ദേശീയപാതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെങ്കോട്ടെന്ന് വരുന്ന ദേശീയപാതയാണ്. അത് മാത്രമല്ല കേരളത്തിൽ അവസാനിക്കുന്ന ഒരു ദേശീയപാത കൂടെയാണ് ഈ ചെങ്കോട്ട കൊട്ടാരക്കര കൊല്ലം റൂട്ട് എന്ന് പറയുന്നത്. അതുവഴിയാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഇതുവഴി യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഥ പറയാനാണോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഞാൻ ഈ അടുത്ത കാലത്തൊരു സുഹൃത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ കൊല്ലം ടു കൊട്ടാരക്കര റൂട്ടിനിടയ്ക്ക് പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊക്കെ വലിയ അഭിമാനമാണ് അത് തുടങ്ങിയതിൽ. നല്ല ഭക്ഷണമാണ്, ആനന്ദം എന്നാ പേര്. എന്നാൽ പിന്നെ അത്രയ്ക്ക്, അതായത് നമ്മുടെ നാട്ടിലൊരു റെസ്റ്റോറൻറ്റ് വന്നു അത് വലിയ അഭിമാനത്തോടു കൂടി ആ നാട്ടുകാർ കാണണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത കാണില്ലേ? അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. നമുക്കിതിൻ്റെ വഴി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഇവിടെ എവിടെയാണ്, നമുക്കൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്തായാലും ആനന്ദം മോശമാവില്ല എന്നാണ് തോന്നുന്നത്. ഇതെവിടെയാണ്? ഇതോ ഒരു കട, അതും കൊള്ളാം, ഒരു നാടൻ കട. കുടം മോര്. പിന്നെ ഒരു കുടം മോര് കുടിക്കുന്ന ആൾക്കാരെ പരിചയപ്പെട്ടത് തന്നെ പോകാം. ചേട്ടോ, ഹലോ, നമസ്കാരം. പ്രദീപ്. ഇത് ആനന്ദം റെസ്റ്റോറൻറ്റ് എവിടെയാണ്? ഒരു 200 മീറ്റർ താഴെ. കഴിഞ്ഞോ? കഴിഞ്ഞാണോ തിരിച്ചു പോകാം. ഞങ്ങളുടെ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഷൂട്ട് കാണാറുണ്ട്. അടിപൊളി പ്രോഗ്രാം. താങ്ക് യു. നമുക്കൊന്ന് തിരിച്ച് പോയേക്കാം. ഒരു പിടിയില്ല, അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഭയങ്കര ഭക്ഷണമാണെന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ഞാൻ വരികയാണ്. നോക്കാം. പ്രദീപ് അറിയാലോ, ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഷൂട്ടിംഗ് ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ നല്ല ഭക്ഷണമൊക്കെയാണെന്ന്. അപ്പോൾ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാം, ഇവിടുത്തെ ഭക്ഷണം ഷൂട്ട് ചെയ്യാനുള്ള ആഗ്രഹത്തിൽ ഇറങ്ങിയാണ്. എൻ്റെ ഒരു കൺസേൺ പേഴ്സൺ ഒന്ന് കാണാൻ പറ്റുമോ? ഓ ഷുവർ, താങ്ക് യു. വെയിറ്റ് ചെയ്യാൻ. ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണോ? കഴിച്ചു കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഭക്ഷണം? കഴിച്ച ഒരു അഭിപ്രായം കേട്ടു. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹലോ. ഞാൻ പ്രദീപ്, കൗമുദി TV സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയാം. ഞങ്ങളൊരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ മനോഹരമായി, ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും മനോഹരമായ ഭക്ഷണമാണ്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഷൂട്ട് ചെയ്യട്ടെ? നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം. സർ, പേര്? രാജസേനൻ. രാജസേനൻ. ആഹാ, നമ്മുടെ ഡയറക്ടറിന്റെ പേര്? ശ്രീകുമാർ. അപ്പോൾ ശരിക്കും ഡയറക്ടറാണല്ലേ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ? രണ്ടുപേരും ശ്രീകുമാരൻ, രാജസേനൻ. ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇത് ഞങ്ങൾ ഓഗസ്റ്റ് 7-ാം തീയതി. ഇത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്? ഞങ്ങൾ നാടൻ ഫുഡാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. വാഴയിലയിൽ ഊണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ വിഭവസമൃദ്ധമായ പായസവും കൂട്ടിയുള്ള സദ്യ 60 രൂപയുള്ളൂ. 60 രൂപയ്ക്ക് ഞങ്ങൾ എല്ലാവിധ ഇഞ്ചിക്കറി, മാങ്ങ, അച്ചാറ്, അവിയൽ, തോരൻ. ലാഭം പ്രതീക്ഷിക്കുന്നില്ല. നാട്ടിൻ പുറത്ത് നല്ല ഭക്ഷണം ചെലവാക്കുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ് പാർട്ട്നേഴ്സ്? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ? അതോ അല്ല, വൈഫുണ്ട്. രണ്ടുപേരുടെ വൈഫുണ്ടോ? എവിടെ? അവരെവിടെ? ഓ, ഇവിടെ ഇരിപ്പുണ്ടോ? ആ, നമസ്കാരം. എന്താണ് പേരെന്താണ്? മായയും സുജയും. അതുപോലെ നമുക്ക് നമ്മുടെ ഇവിടെ കുളത്തിൽ മീനൊക്കെ വളർത്തണമെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ മീനുണ്ടോ അവിടെ? ആറ്റുവാള, നട്ടർ, സിലോപ്പിയ. നട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആവോലിയുടെ വേറെ ടൈപ്പ്. ആവലിന്റെ വേറെ മുള്ളൊക്കെ സോഫ്റ്റ് ആയിരിക്കും അല്ലേ? ടേസ്റ്റ് മീനാണ്. ടേസ്റ്റ് അപ്പൊ നമ്മുടെ എന്തായാലും സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് വന്നല്ലേ, നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു മീനിനെ പിടിച്ച് തരാമല്ലേ? തരാം, കുക്ക് ചെയ്താലോ? ചെയ്യാം. എന്നാ പിന്നെ അങ്ങോട്ട് പോയാലോ? അല്ലെ, അത് കേട്ടോണ്ടിരുന്നപ്പോഴേക്കും അല്ലേ നമുക്ക് അങ്ങനെ ഒരു മീനിനെ ലൈവായിട്ട് പിടിച്ച് കുക്ക് ചെയ്യുന്നില്ല അതിന്റെ രസം. എന്നാ പോവാ. അപ്പൊ ഞങ്ങളൊരു മീനെയൊക്കെ പിടിച്ചേച്ച് വരാം. മോന്റെ പേരെന്താണ്? സത്യൻ. മകനാണോ? ഇതാണോ കുളം? ഇതാണ് കുളം. ഇത്രയും മീനുണ്ടോ? ഇത് ആവശ്യക്കാരുടെ അനുസരണം, കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് ചൂണ്ടയിൽ പിടിക്കാം. അല്ല കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങാം. ഞാൻ ഇറങ്ങി പിടിക്കാം. എനിക്ക് ഇറങ്ങിയ കുളമുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആളിനെ വിളിക്കുന്നു. പിടിക്കാൻ ആളുണ്ടോ? ഉണ്ട്, ഇവിടെ സ്റ്റാഫ് ഉണ്ട്. പിടിച്ചു തരും. മതി നമുക്ക് ഇതിനെ ഇനി പോയി റെഡിയാക്കാം, കട്ട് ചെയ്തൊക്കെ കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ആറ്റുവാളയെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടാണ് കട്ടിങ് സ്ഥലം. അങ്ങനെ അതിനെ കഴുകി വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആറ്റുവാള. ഇനി കുറച്ച് പരിപാടികളുണ്ട്, അതിലേക്കായിട്ട് ഞാനിതിനെ കൊണ്ടുപോവുകയാണ്. എന്നാ വന്നാട്ടെ. ഹലോ. യെസ്, ഇതാ ഞാൻ തന്നെ പിടിച്ചെടുത്ത മീനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മീൻ. ഞാൻ ഇതാ ഏൽപ്പിക്കുകയാണ്. നമുക്കിതിനെ അങ്ങ് മസാല പുരട്ടി അങ്ങ് വറക്കാം. അല്ല പിന്നെ, ചേട്ടന്റെ പേര് സജി. അതെ, ഇവിടുത്തെ മെയിൻ ഷെഫാണല്ലേ? അതെ. അപ്പം ഓക്കെ, അപ്പോ വരയുന്നത് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നല്ല പിടിക്കാൻ വേണ്ടി നല്ല ഈർക്കലി വണ്ണത്തിൽ അടുപ്പിച്ച് അങ്ങോട്ട് വരഞ്ഞിട്ട് ഇതിങ്ങനെ മുഴുവനായിട്ട് തന്നെയാണോ? മുഴുവനായിട്ട് തന്നെ നമ്മൾ വലിയ ചീനച്ചട്ടിയിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലൊരു വാഴയിലപ്പുറത്ത് വെച്ച് കഴിഞ്ഞാലല്ലേ ഇതിപ്പോൾ നമ്മളിതാ നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് വരഞ്ഞെടുത്തിരിക്കണം. അതെ, അപ്പോൾ നമുക്ക് മസാല പുരട്ടാം. എന്തൊക്കെ മസാലയാണ് ഇതിൽ പുരട്ടേണ്ടത്? മസാല നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നാരങ്ങാനീര്, ഉണക്കമുളക്, ഇത്രയും സാധനം കൂടെ കൂട്ടി അരച്ചെടുത്ത ഒരു മിശ്രിതമാണ്. നമുക്ക് മലയാളത്തിൽ അരപ്പ് എന്ന് പറയാം. അതെ, ഇതിനെ നമ്മൾ കൈ കൊണ്ടെടുത്തിട്ട് നല്ല മസാജ് ചെയ്യും പോലെ തേച്ച് പിടിപ്പിക്കണം ഓരോ ഭാഗത്തും. കണ്ടോ ആ കീറിയ സ്ഥലത്തെല്ലാം. നമുക്ക് ഒരു 10 മിനിറ്റ് തരാം. ഓക്കെ, ഒരു 10 മിനിറ്റ് ഈ അരപ്പെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് പെട്ടെന്ന് ആവട്ടെ. പിടിച്ചോ പിടിക്കട്ടെ, മസാല പിടിക്കട്ടെ നല്ലതായിട്ടൊന്ന്. കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നതിനിടയ്ക്ക് 10 മിനിറ്റ് അങ്ങ് പറന്നു പോയി എന്ന് വേണം പറയാനല്ലേ? അതെ, കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക് ആദ്യം. ഏകദേശം ഇതിപ്പോ കുറച്ച് എണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. 3 ലിറ്റർ വെളിച്ചെണ്ണയോളം ഇതിനകത്തുണ്ട്. അപ്പൊ 3 ലിറ്റർ വെളിച്ചെണ്ണയൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഒരു മീൻ പൊരിച്ചെടുക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ നേരെ ഇങ്ങോട്ട് പോരുക. നമ്മുടെ താരം ഇതാ വരുന്നു, മസാലയൊക്കെ തേച്ച് പിടിച്ച് അദ്ദേഹത്തിന്റെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടാൻ പോവുകയാണ്. ഇറങ്ങാൻ പോവുകയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അതെ, ഈ ചേട്ടൻ ആ മീനെ ഇങ്ങനെ ഇറക്കി വിട്ടത് തന്നെ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. ഭയങ്കര സൗന്ദര്യാത്മകമായ ഒരു കുക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മുടിഞ്ഞ കലാകാരന്മാരാ. അതും കാണാം കേട്ടോ ഈ എപ്പിസോഡിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ മുതലാളി തന്നെ അവരുടെ പറമ്പിലെ തെങ്ങിലെ തേങ്ങ കൊണ്ടുവന്ന് അവർ തന്നെ സ്വന്തമായിട്ട്, ഇവർക്ക് ഒരുപാട് തെങ്ങുകളുണ്ടാവും, സ്വന്തമായിട്ട് മില്ലൊക്കെ ഉണ്ട്, അവിടെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് യാതൊരുവിധ അനാരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നില്ല. ഒരു മാതൃവാത്സല്യമാണ് സത്യത്തിൽ ആനന്ദത്തിലുള്ളത്. ആനന്ദം കൊണ്ട് ആറാടി സന്തോഷം.
അല്ല, ആനന്ദത്തിൽ ആറാടി ഡാൻസ് കളിച്ചിട്ടോ കണ്ടിട്ടോ ഒക്കെ പോവാം. അങ്ങനെ ദേ ആ പ്ലേറ്റ്, അതിനും ഒരു മീനിന്റെ ഷേപ്പ് തന്നെയാണ്. ആദ്യം ഇതിനെ കൈയടിച്ച് അഭിനന്ദിക്കാനാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അത് കുക്ക് ചെയ്തത്. ഇപ്പം നമ്മളിത് ഫിഷ് ഫ്രൈ ആറ്റുവാള റെഡി ആയിരിക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ പൊടിച്ച് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇടുകയാണ്. വെറുതെ ഒന്ന് തൂളിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ വരഞ്ഞ് കീറിയ വിടവിലേക്കൊക്കെ വീണ് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും കഴിക്കാനൊരു പ്രത്യേക സുഖവും ഉണ്ടാവും. ഒന്ന് കാണട്ടെ. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ആ കീറലിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാനൊരു പ്രത്യേക സുഖമാണ്. എന്തായാലും ഇതിനെ ഒന്ന് കണ്ണിറയെ കാണും. ഇനി ഇതിൻ്റെ ടേസ്റ്റ് അതാണ് അല്ലേ, ഇത് കണ്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചേട്ടാ, ഞാൻ വിചാരിച്ചത് കടൽ മീനുകൾ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ എന്നും. ഇന്നത്തോടെ എല്ലാം നിർത്തി, എല്ലാം മാറ്റി മാച്ച് കളഞ്ഞിരിക്കുന്നു. മുടിഞ്ഞ ടേസ്റ്റ്, കൊഞ്ചിന് പോലും ഇല്ലാത്തൊരു ടേസ്റ്റ്. ഞാൻ ഭയങ്കരമായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്ന ടേസ്റ്റുള്ള മീൻ എന്ന് പറയുന്നത് കൊഞ്ചാണ്. കൊഞ്ചൊന്നും ഇതിൻ്റെ 7 അയലത്ത് വരുന്നില്ല. പിന്നെ ചേട്ടാ, നിങ്ങളുടെ കൈപ്പുണ്യം ഒരു രക്ഷയില്ല ചേട്ടാ. ഭയങ്കര ടേസ്റ്റ്, ക്രിസ്പി, ഇങ്ങനെ മുരാന്നിരിക്കണം. അപ്പോൾ ഈ മീൻ കഴിക്കണമെങ്കിൽ എല്ലാവരും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരിക. ഓ, എന്ത് ഒന്നുകൂടെ എടുക്കണോ? പിന്നെ ഓ, അങ്ങനെ അതായത് ക്യാമറയുടെ മുന്നേ നിന്നുകൊണ്ട് ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അവിടെയൊക്കെ കൈ കൊടുത്ത് കാണിക്കണം, നമുക്കും കൂടെ തരാൻ. നിങ്ങളെ അല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ക്യാമറയുടെ പുറകിൽ കുറേ ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. പ്രൊഡ്യൂസറും ക്യാമറമാനും എല്ലാവരും, ഹോൾ ക്രൂ നിൽപ്പുണ്ട്. ശരി, ഈ ഒരു ടേസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഫിഷ് എന്ന് പറയും പോലെ ഞാൻ ഒരു വലിയ സെൽഫിഷ് ആയിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ ഷെയർ ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. കിടലാം ചേട്ടാ, കിടലാം. അപ്പൊ ഇനി എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആനന്ദം സ്പെഷ്യൽ ഫ്രൈഡ് പ്രോൺസ് ആണ്. ആനന്ദം സ്പെഷ്യൽ? യെസ്. ഓ, അടിപൊളി. ആനന്ദം സ്പെഷ്യൽ ഫ്രൈഡ് പ്രോൺസ്. അതെ. എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ വെളിച്ചെണ്ണയാണ്, ഉപ്പ്, തേങ്ങാപ്പീര, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങാനീര്, ക്രഷ് ചെയ്ത മുളക്, മഞ്ഞപ്പൊടി, ജീരകം, കുരുമുളക്, മല്ലിപ്പൊടി. ഇപ്പോൾ ഒരു 8 കൊഞ്ചിനെയാണ് നമ്മളിപ്പം ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. ആനന്ദം സ്പെഷ്യൽ. ഓക്കെ, അതെങ്ങനെയാണ്? ഉരുളിയിലേക്ക് എണ്ണ, നല്ല ശുദ്ധമായ ഇവിടെ തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എത്ര ചേർത്ത് ഇപ്പോൾ? വെളിച്ചെണ്ണ ഇത് 1 കിലോയാണ്. 1 കിലോ വെളിച്ചെണ്ണ ഈ 8 കൊഞ്ചിനെ ഇതാക്കി എടുക്കാൻ വേണ്ടിട്ടല്ലേ ആനന്ദം സ്പെഷ്യൽ. അപ്പോൾ ഈ ശരിക്കും കൊഞ്ചിതായിരിപ്പുണ്ട്, അതിനെ നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അല്ലേ ചാലിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലിപ്പോ ചേർത്തിരിക്കുന്നത്? അതിപ്പോ നമ്മൾ ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പീര ഉണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങാനീര്, മുളക് പേസ്റ്റ്, അതായത് ഉണക്കമുളക് ചതച്ച് വാരിയെടുത്തത്, ഉപ്പ്, മഞ്ഞപ്പൊടി, ഇത്രയും ചേർത്ത് ഒരു 10 മിനിറ്റ് ഇദ്ദേഹത്തെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ കൊഞ്ചിനെ എത്ര സമയം എടുക്കണം ഇത് ഫ്രൈ ആയി? 10 മിനിറ്റ് മതി. 10 മിനിറ്റ് വെറും? ഓ, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഈ ആനന്ദം സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ. ഇപ്പോൾ ആനന്ദം സ്പെഷ്യൽ ആണല്ലോ, അതായത് നമ്മുടെ റെസ്റ്റോറന്റിന്റെ പേര് തന്നെയുള്ള. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഒളിച്ചേരുവകൾ ഇതിൽ ചേരുന്നുണ്ടോ? ഒളിച്ചേരുവകൾ ഉണ്ട്. അതാണ് നമ്മുടെ സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ നമ്മളെ മുളക് പൊടിയുടെ ആണ്, വെളിച്ചെണ്ണയാണ് നമ്മൾ വെളിപ്പെടുത്തിയല്ലേ. അത് വെളിപ്പെടുത്താനൊന്നും ഒരു മടിയില്ല, കാരണം നല്ല ആരോഗ്യമായിട്ട് കഴിക്കും. ഞങ്ങളുടെ കിച്ചൺ തന്നെ ഓപ്പൺ കിച്ചൺ ആണ്.
അല്ലേ ഇത് കണ്ടിട്ട് ഇനി എൻ്റെ ഒരു ആനന്ദം. ആനന്ദം സ്പെഷ്യൽ ഫ്രൈഡ് പ്രോൺസ്. അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് കണ്ടിട്ട് തന്നെ കൊഞ്ച് കണ്ടു കഴിഞ്ഞാലല്ലേ. ഓ ചേട്ടാ കിടിലം. ഓ മുടിഞ്ഞ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. ഗംഭീരം ചേട്ടാ, ഗംഭീരം. സാധാരണ ഒരെണ്ണം കഴിച്ചിട്ട് അങ്ങ് മാറ്റി വെക്കണം. ഇതിനെ വിടാൻ തോന്നുന്നില്ല. ഞാനിത് തീർക്കാൻ പോവുകയാണ്. ആനന്ദം ആനന്ദം. ഓ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും നിൽക്കുന്ന ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ക്യാമറമാനും പ്രൊഡ്യൂസറിനോ ഡയറക്ടറിനോ ആർക്കും കൊടുക്കാതെയാണ് അത്രയും കഴിച്ചു തീർത്തത്. അതിന്റെ ഒരു ദേഷ്യം ചിലപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കണമല്ലോ. ചേട്ടാ നമുക്ക് ഇനിയും കുറെ ഉണ്ടാക്കാം. ചേട്ടൻ എങ്ങനെ എത്ര കൈപ്പുണ്യം കിട്ടിയത്? ചേട്ടൻ എത്ര കാലമായി ഇത്? ഞാൻ ഏകദേശം ഒരു 30 വർഷത്തോളമായിട്ട് ഈ ഹോളോ ഫീൽഡിലാണ്. അമ്മയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് പാചകം. അമ്മയുടെ കയ്യിൽ നിന്ന്? അതെ, അമ്മ പകർന്നു തന്ന രുചി. അമ്മ പകർന്നു തന്ന അത് കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. അതിപ്പോ ഇവിടെ ആനന്ദത്തിലുണ്ട്. അടുത്തെന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? അടുത്ത് നമ്മളെ വാടി കടപ്പുറത്തു നിന്ന് കൊണ്ടുവന്ന വറ്റയാണിത്. ഓ, വാടി കടപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന വറ്റ മീനാണ്. പ്രത്യേകത ചൂണ്ടയിൽ കിട്ടുന്ന മീനാണിത്. അത് ഉടയാതെ അത്ര ഫ്രഷോട് കൂടിയാണ് നമ്മളിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചേർത്തിട്ടാണ് ബോയിൽ ചെയ്തത്? മഞ്ഞപ്പൊടി, ഉപ്പ്, അത്ര മാത്രം. കുടംപുളിയുടെ നീര്, കുടംപുളിയുടെ നീരും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വെള്ളത്തിലിട്ട് ബോയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ തുടങ്ങാം. അപ്പൊ ഈ വറ്റ വെച്ചിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? മോളിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്? ഇൻഗ്രീഡിയൻസ് പറയുകയാണെങ്കിൽ ഉപ്പ്, ഇഞ്ചി, മഞ്ഞപ്പൊടി, തേങ്ങാപ്പാല്, കാഷ്യൂ പേസ്റ്റ്, കരിവേപ്പില, പച്ചമുളക്, സവോള, നാരങ്ങ നീര്. ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചി, സവോള, പച്ചമുളക്. സവോള നമ്മളിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ കുറുകെ കട്ട് ചെയ്ത് ഇട്ടു. പിന്നെ മുളക്, പച്ചമുളക് ഒരു 4-5 ഒരു 6 ഇട്ടു. പിന്നെ കറിവേപ്പിലയിട്ട് ഒന്ന് വഴറ്റി തുടങ്ങി. ഇത് നന്നായിട്ട് വാടി വരണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. മറ്റേ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട. ഓക്കെ. ശേഷം അല്പം മഞ്ഞപ്പൊടി ഇടുക. എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് നമ്മുടെ സജി ഷെഫിന്റെ പ്രത്യേകത. ഭയങ്കര. പിന്നെ നമ്മൾ ഇതിനകത്ത് കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കാഷ്യൂ പേസ്റ്റ് മാത്രം? തേങ്ങാപ്പാൽ നമ്മൾ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എത്ര? ഒരു 4 സ്പൂൺ. 4 സ്പൂൺ എന്ന് പറയുമ്പോൾ എത്ര കാഷ്യൂ നട്ട്സ് അതിനകത്ത് വേണം? 100 ഗ്രാം വരും. 100 ഗ്രാം കാഷ്യൂ നട്ട്സ്. തേങ്ങാപ്പാലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് പാല്. ഫസ്റ്റ് പാലാണ് ഉപയോഗിക്കുന്നത്. എത്ര തേങ്ങയുടെ പാല്? ഇത് 2 തേങ്ങയുടെ പാലാണ്. ഓക്കെ, 2 തേങ്ങയുടെ പാല്. ആ ഒരു ഗ്രേവിക്ക് തന്നെ ഒരു മണം വന്നു തുടങ്ങി. നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പൊ ഫിഷ് മോളിയുടെ ഗ്രേവി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ പുളിശ്ശേരിയുടെ കളറിലുള്ള ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട്. കുടംപുളി പിഴിഞ്ഞത്, പിന്നെ മഞ്ഞള്, ശകല ഉപ്പ് എല്ലാം ചേർത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത വറ്റമീൻ അതിലേക്ക് ഇട്ടു. എന്താ ഫാസ്റ്റായിട്ടൊക്കെയാണ് ഓരോ കറികൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാഷ്യൂ നട്ട് നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാല്. ഫിഷ് മോളി ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതിനകത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ ചേർത്തു, ശകലം നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്തു. വറ്റ അങ്ങനെ അലങ്കരിക്കുകയാണ്. നമ്മുടെ വറ്റയ്ക്ക് 2 കൊമ്പ് വെച്ച് കൊടുത്തു. ചുവന്ന മുളക് വെച്ച് അങ്ങനെ നമ്മുടെ ഫിഷ് മോളി, വറ്റ കൊണ്ടുണ്ടാക്കിയ ഫിഷ് മോളി തയ്യാർ. എന്തായിരുന്നാലും ഇതിനൊന്ന് കണ്ട് ആസ്വദിക്കും. അപ്പോഴേക്ക് ഇതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഒന്നും പറയാനില്ല ചേട്ടാ. എനിക്ക് തന്നെ ഈ മീനിന്റെ ടേസ്റ്റ് ഇത് ആസ്വദിച്ച് തന്നെ അറിയാം. ഇതൊരു ഭാഗ്യമാണ് കേട്ടോ. ഇങ്ങനെ ഒരു മീൻ ഇങ്ങനെ കൈ കിട്ടുക, അതിനിങ്ങനെ കഴിച്ചിട്ട് അതിനെക്കുറിച്ച് വർണ്ണിക്കുക. മുടിഞ്ഞ ടേസ്റ്റ്, ഒന്നും പറയാനില്ല ചേട്ടാ. ഒന്നും തോന്നരുത്, നിങ്ങൾക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല. ഇത് മുഴുവൻ ഞാനിരുന്ന് ഒറ്റയ്ക്ക് തിന്ന് തീർക്കാൻ പോവുക. അപ്പോൾ ശരി, ടാറ്റ.